നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും ഇസ്കാഫിന്റെയും ഗാന്ധി ലെനിൻ ലൈബ്രറിയുടെയും സജീവ സാന്നിധ്യമായിരുന്ന സഖാവ് കെ.പി. ചന്ദ്രന്റെ 15ാമത് ചരമവാർഷിക ദിനം ഇന്നലെ ഗാന്ധി ലെനിൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4 മണി മുതൽ ലൈബ്രറി ഹാളിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ 50 വർഷം പ്രവർത്തിച്ച് സജീവമായിരുന്ന നേതാക്കന്മാരെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് ആർ. രാജേന്ദ്രൻ ആദരിക്കുകയുണ്ടായി. മരിച്ചിട്ട് 15 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹത്തെ ഓർക്കുക, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ന് വിടിയിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, നിങ്ങളെ എല്ലാവരും, ഞാനും അല്പ രാഷ്ട്രീയമൊക്കെ പ്രവർത്തിച്ചു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ടായിരിക്കേണ്ട ഗുണം മനുഷ്യനോടുള്ള സ്നേഹം. ആശയം പലതാണ്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പല വഴികളിൽ പോകുന്നു എന്നതിൽ കവിഞ്ഞൊന്നുമില്ല, ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ അത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള, മനുഷ്യനോട് സ്നേഹമുള്ള അത്ര ഒരു മനുഷ്യനായിരുന്ന ഒരു നിഷ്കളങ്കനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഈ ചരമദിനം 15ാം വാർഷിക ദിനം ആചരിക്കുമ്പോൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുക എന്നതിൽ കവിഞ്ഞ് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമൊക്കെയായി കൊല്ലത്ത് CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലത്തെ എല്ലാ ദിവസവും പോകുന്നത് കൊട്ടാരക്കര കച്ചേരി മുട്ടിൽ നിന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ബസ് കയറിയാൽ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ നേതാക്കന്മാരും എല്ലാം കാറിലാണ് യാത്ര ചെയ്യുന്നത്. അന്ന് കാറ് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാറിന്റെ കൊല്ലത്തിൽ പോകാനുള്ള എല്ലാ സാഹചര്യമുള്ള പാർട്ടിയാണ് CPI. ഇത് അദ്ദേഹം തന്റെ ലളിത ജീവിതം മുറുകെ പിടിച്ച് ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അന്ന് അദ്ദേഹത്തെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഏതായി ബസ്സിൽ മാത്രമാണ് യാത്ര ചെയ്യാറുള്ളത്. യാത്രയിൽ എല്ലാവരോടും വലിയ ലോഹ്യങ്ങളില്ലെങ്കിൽ പോലും എല്ലാവരോടും കരുതലോടെ ചേർത്ത് പിടിച്ചു. നമ്മുടെ താലൂക്കിലും കൊല്ലം ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദുർഗാപൂർ പ്രസ്ഥാനവും വളർത്തിയെടുക്കുന്നതിന് വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. നാം ആദരിക്കുമ്പോൾ ആരെയാണ് ആദരിക്കേണ്ടത്? ഒരുപാട് പേർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വിവിധ രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും തന്നെ വിവിധ ലക്ഷ്യങ്ങളും നടത്തുന്നവരുണ്ട്. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ സഹായകരമായി പ്രവർത്തിക്കുന്നത്, അതാണ് അവിടെയാണ് ആദരിക്കേണ്ടത്. സമൂഹത്തെ പുറകോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത് ആദരിക്കേണ്ടതുണ്ടോ? 1954 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് മുതൽ അദ്ദേഹം നമ്മളോട് വിട പറയുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി പല പദവികളും ഒക്കെ ഇരുന്നിട്ടുണ്ട്. എന്നാലും അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചിട്ടയോടുകൂടി പാർട്ടിയുടെയും തൊഴിലാളി സംഘടനയുടെയും കാര്യങ്ങളെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ച് നമുക്ക് മാതൃകയായിട്ടുള്ള നേതാവാണ് അദ്ദേഹം വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പോൾ 15 വർഷമായി. ഞാൻ ഓർക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി സഖാവ് KP പ്രവർത്തിക്കുന്ന കാലത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര വന്നിറങ്ങി അദ്ദേഹം വീട്ടിൽ പോകുന്നതിന് മുമ്പ് പലപ്പോഴും ഇവിടെ ഒരു ചെറിയ പൂരയുണ്ട് ഇതിനകത്ത്. ഇവിടെ അവർ സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നാലും കുറേ സമയം ചെലവഴിക്കും. ചിലപ്പോൾ അല്പം വീട്ടുകളിയൊക്കെ ഉണ്ടാവും. ഇവിടെ വന്ന് അവിടുന്ന് KPയെ പുറത്തോട്ട് വിളിച്ച് നിരവധി സന്ദർഭങ്ങളിൽ കാര്യം പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കേന്ദ്രമാണിത് രൂപപ്പെടുത്തുന്നതിന് അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരം ഇവിടെ ഇന്നത്തെ എൻ്റെ ഭാരവാഹികൾ ഗാന്ധി ലെനിൻ കൾച്ചറൽ സെന്ററൽ ലൈബ്രറിയുടെയും ഭാരവാഹികൾ അത് ഓർത്തെടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ ശ്ലാഘിക്കുന്നു.
നന്ദി.